ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കുന്ന ശർക്കര വരട്ടിയാണ്. ഇതിന് ശർക്കര ഉപ്പേരി എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 പച്ച ഏത്തക്കായ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ട് വെച്ചതായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കറ കളയാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിഷ്യൂ പേപ്പറോ ഒരു ക്ലോത്തോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതിലെ പകുതി ഭാഗം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഇത് ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് ക്രിസ്പായി കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 അച്ച് ശർക്കര ഇട്ട് കൊടുത്തൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ 1 ടീസ്പൂണ് ചുക്ക് പൊടിയും 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് 1 ടീസ്പൂണ് ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു നൂല് പരുവമാകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഒരു നൂല് പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ച് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച ഏത്തക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പൊടിയിൽ നിന്ന് 1 ടീസ്പൂണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാല പൊടിയും പിന്നെ 1 ടീസ്പൂണ് വറുത്ത അരിപ്പൊടിയും അതുപോലെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിയും ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ
നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും.